നമസ്കാരം. പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം. വേങ്ങര കുറ്റാളൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കോളേജ് ഇനി മുതൽ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ ഡിഗ്രിയും PUC അംഗീകൃത സർട്ടിഫിക്കറ്റുകളുടെ 8 സ്കിൽ കോഴ്സുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും. ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. വേങ്ങര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. വേങ്ങര ബസ് സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ച സീതി ഹാജി സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് വെയിറ്റിംഗ് ഷെഡും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK സലീം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് TK, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന ബാനു CP, ആരിഫ മടപ്പള്ളി, മറ്റ് ജനപ്രതിനിധികൾ AKA നസീർ, വ്യാപാരി വ്യവസായി പ്രതിനിധി അസീസ് ഹാജി, ഓവർസിയർ കൃഷ്ണൻകുട്ടി K തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. 65 ലക്ഷം രൂപ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് പിന്തുണ കിട്ടാറില്ല എന്നുള്ളത് ആ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതേ പ്രസിഡന്റായിരിക്കുകയും ഈ വാർഡിന്റെ ജനപ്രതിനിധികൾക്ക് മെമ്പറായിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലുള്ള ആ കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ലൊരു തനത് ഫണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കാലം കൂടുതൽ വികസനങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വേറൊരു സത്യം. കാരണം നമ്മുടെ അവസാനത്തെ 2024-25 വാർഷിക പദ്ധതിയിലും നമ്മളെ പദ്ധതികൾ ഏകദേശം ഒക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിപക്ഷ ആളുകൾക്കും അറിയാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. ഏതായാലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 വ്യക്തികൾ സംസ്ഥാന അവാർഡ് കിട്ടിയ അംഗൻവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് കിട്ടിയ ടീച്ചറെയും ഇവിടെ അനുമോദിക്കുന്നുണ്ട്. ഈ 2 ചടങ്ങുകളും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ നടത്തുന്നതാണ്. ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK സലീം, വേങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK മുഹമ്മദ്, എൻ്റെ സഹപ്രവർത്തക മെമ്പർമാർ, വേദിയിലിരിക്കുന്ന AK നസീർ സാഹിബ്, അസീസ് ഹാജി, അതുപോലെ തന്നെ MT ഷെരീഫാക്ക, നമ്മുടെ ആസൂത്രണ സമിതി, നമ്മുടെ നാടിന് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിന് ഒരു ആസ്തി വരുമാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും റോഡ് തോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുകയും അതിൻ്റെ ഒപ്പം കുറച്ച് ദിവസം 2 പ്രാവശ്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നല്ല തുകയ്ക്കാണ് വാടകയ്ക്കൊക്കെ പോയിട്ടുള്ളത്. അടുത്ത മാസം 1-ാം തീയതിയോടുകൂടി എല്ലാ റൂമുകളും ഓപ്പൺ ചെയ്യും. പഞ്ചായത്തിന് അടുത്ത മാസം കൂടി വാടക കാരണം നമുക്കത് എക്സ്പെൻഡിച്ചർ ആക്കാൻ സാധിച്ചില്ല. ബാക്കി എല്ലാ പദ്ധതിയും കേരളത്തിലെ തന്നെ ഒരു മാതൃകയായ പദ്ധതി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഭിന്നശേഷിയായ കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ലാപ്ടോപ്പ് മാത്രം പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. ഇവിടെ ഉണ്ടാക്കിയ കെട്ടിടങ്ങളൊക്കെ കുറച്ചു മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കണ്ടയത്ത് ബാബുക്കാക്കാന്റെ പേരുള്ള ബിൽഡിംഗ്, ഒരു വായനശാല, ഒരു ഹോളും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ അടങ്ങിയ ബിൽഡിംഗ്. അത് ശരിക്കും പഞ്ചായത്തിന് ആവശ്യമുള്ളതും അതുപോലെ തന്നെ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത വിഷുവിന്റെ പരിപാടി അവർ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് വളരെ നന്നായി. ടൗണിൽ വെച്ച് നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനുള്ള അവസരം കൂടിയുണ്ട്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന സായംപ്രഭുക്ക് വേണ്ടി കേരളത്തിൽ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത്, സർക്കാരിൻ്റെ എല്ലാവിധ അവാർഡുകളും അനുമോദനവും വാങ്ങിയ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിൻ്റെ ശ്രദ്ധ കേരളം ഒന്നാകെ പിടിച്ചു പറ്റിയിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടുത്തെ വയോജനങ്ങളുടെ പരിപാടി ആസ്വദിക്കാനും മറ്റുമുള്ളത് കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എൻ്റെ പിന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തും എൻ്റെ സഹപാഠിയുമായ കുഞ്ഞോനെ എന്ന നാസറുട്ടിയോടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോലുള്ള അത് തന്നെ കുഞ്ഞിട്ടേടിനോട് കാണുന്നില്ല. അവരുടെയൊക്കെ കഴിവുകളാണ് ഈ സായപ്രഭയിൽ ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാനും സാധിച്ചത്. അവർക്കും ഈ കൂടി എല്ലാവർക്കും ദീർഘായുസ്സും മനസ്സമാധാനവും നേർന്നുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഹസീന ഫസൽ, വൈസ് പ്രസിഡന്റ് മുൻഷിയാപ്പു, വികസന അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം വേങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായിട്ട് നമുക്ക് ഈ നിലനിൽപ്പ് നിൽക്കുന്ന ഈ കെട്ടിടത്തെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വളർന്നു വന്നിട്ടുള്ള ഈ ഉയർന്നു വന്നിട്ടുള്ള കെട്ടിടങ്ങൾ എന്ന് പറയുന്നത്.
കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഗ്രാമവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കിയിരുന്നത് ഇന്ന് മാറി നഗരവൽക്കരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല പ്രദേശങ്ങളും പ്രത്യേകിച്ച് നഗരങ്ങളിലെല്ലാം തന്നെ വലിയ വലിയ സമുച്ചയങ്ങൾ, കെട്ടിടങ്ങൾ, സമുച്ചയങ്ങൾ, ഷോപ്പിംഗ് മാളുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കും. ഈ പദ്ധതിയെ കുറിച്ചൊക്കെ ഇവിടെ സലീമും അതുപോലെ തന്നെ ആസൂത്രണ വിശദീകരിച്ചു. പ്രസിഡന്റ് പറഞ്ഞു ഈ ബോർഡ് വന്നതിന് ശേഷം. പോപ്പുലർ ന്യൂസ് വേങ്ങര. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയിൽ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ കാഴ്ചകളും വെള്ളച്ചാട്ടവും, വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ. മാർച്ച് 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. അണ്ടർ വാട്ടർ ടണൽ സൂ, മറൈൻ എക്സ്പോ, സബാഹ് സ്ക്വയർ, വേങ്ങര.